വിളിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് എന്തു പറയണം? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅസ്ത. ഇത് ചൊല്ലിയാൽ തന്നെ അവൻ എന്റെ ശഫാഅത്ത് കിട്ടുന്ന വദ്ദറജത്തുർ റഫിയ എന്ന് സഹിയായ ഹദീസുകളിലില്ല. അതേപോലെ തന്നെ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅസ്ത വറുസുഖ്നാ ശഫാഅത്തഹു യൗമൽ ഖിയാമ, അതും സഹീഹായ റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. ഇത്ര തന്നെ ചൊല്ലിയാൽ റസൂൽ പറഞ്ഞു, ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിലപ്പുറം നമ്മളൊന്നും കൂട്ടരുത്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് അല്ലാഹു അക്ബർ എന്നാ തുടങ്ങുക. അതിനും തെളിവില്ല. എന്താ ഒരു സ്വലാത്താണ് വലിയ കുഴപ്പം നമ്മൾ ചിന്തിക്കേണ്ട. സ്വലാത്ത് നല്ല തന്നെ, സ്വലാത്തിന് ഇവിടെ ആരോഗ്യം, പക്ഷെ ആസ്ഥാനത്തൊന്നും പ്രയോഗിക്കരുത്. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്കിൽ അശ്ഹദു അന്ന അലിയൻ വലിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ 100% അംഗീകരിക്കുന്ന സത്യമാണ്. ആ പറഞ്ഞത് 100% നേരാ, പക്ഷെ പറയേണ്ടാത്തവർക്ക് പറഞ്ഞു. അത് ഹയ്യ അലാ ഖൈറിൽ അമൽ, നിസ്കാരം നല്ല കർമ്മമാണ്, നമ്മളൊക്കെ അംഗീകരിക്കുന്നു, അതും പറയേണ്ടാത്തവർക്ക് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഈ സ്വലാത്തിലുണ്ട് ഈ കാര്യം. സ്വലാത്ത് അല്ലാത്ത സമയത്ത് എപ്പോൾ ചൊല്ലിയാലും കൂലിയുണ്ട്. പക്ഷെ നബി പഠിപ്പിച്ചു തരാത്തൊരു സ്ഥലത്തൊരു പ്രത്യേക ആചാരമായിട്ടൊരു സ്വലാത്ത് ചൊല്ലുമ്പോ അതിന് ഇസ്ലാമിൽ പ്രത്യേകം തെളിവ് വേണം. അതാണ് നമ്മൾ പറയുന്നത്. സ്വലാത്ത് എല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ല. റുക്കൂയിൽ കാണാൻ പോയിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന ചൊല്ലിക്കൂടെ? സ്വലാത്ത് കുഴപ്പമുണ്ടോ? എന്തുകൊണ്ട് ചെല്ലാൻ പാടില്ല? നബി റുക്കൂയിൽ അത് പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്ത് നല്ലതല്ലാത്തത് കൊണ്ടല്ല, അത് അസ്ഥാനത്തായി പോയി. ഇതേപോലെ തന്നെ ഇതൊക്കെ ഇത്ര വിശദീകരിക്കുന്നത് എന്തിനാ? ഒരു ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് മുക്രിക്കാക്ക അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ചൊല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ മൗലൈമാരെ കടന്ന് ഹാലിളകുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദാക്കേണ്ടി വരുന്നത്. അപ്പൊ പ്രവാചക തിരുമേനിയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് അങ്ങനെ തന്നെ ചെയ്താലാണ് നബിയെ സമ്പൂർണ്ണമായിട്ടുള്ള ഇത്തിബാഇന്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുക.